അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. തക്കാളി നമ്മൾ എന്ത് ചെയ്യുക, പ്യൂരി ആക്കി വെക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് അതും പൊട്ടിക്കുക. അത് പൊട്ടി വന്നതിന് ശേഷം തക്കാളി പ്യൂരിയാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതോ പേസ്റ്റ് ആക്കിയതോ ഇട്ടിട്ട് അതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചതായതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ളത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് ഇളക്കി കഴിഞ്ഞ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനൊന്ന് കൈകൊണ്ട് നമ്മളിങ്ങനെ പിച്ചി പറിച്ചെടുക്കണം. പിച്ചി പറിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്തിൽ നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന എന്ത് പൊടികളാണെങ്കിലും നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേഗം ചൂട് ചോറൊക്കെ എടുത്തിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ. ഇനി വീണ്ടും വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.